ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്യാൻഡി വ്ലോഗ്സും. അങ്ങനെ നമ്മളൊരു നീണ്ട ബ്രേക്കിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ചെയ്തിരിക്കുകയാണ്. ഇതെപ്പോഴത്തെയും പോലെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഒന്നുമല്ല, ഒരു കുട്ടി വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ക്യാൻഡി വ്ലോഗ്സും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിസ്ക്ലൈമറായിട്ട് പറയട്ടെ, എനിക്കങ്ങനെ വ്ലോഗായിട്ട് എടുക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് അതിൻ്റേതായ അപാകതകളും ഉണ്ടാവും. സോ നെവർ മൈൻഡ്. അപ്പം എങ്ങനെ തുടങ്ങല്ലേ? ഞാനങ്ങനെ നേരത്തെ എണീക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. പെട്ടെന്ന് വീഡിയോ എടുക്കണമല്ലോ, ആ പേരും പറഞ്ഞ് കുറച്ച് നേരത്തെ എണീച്ചയാണ്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ 7:30 ആയിട്ടോ. അങ്ങനെ എണീച്ച് ബെഡ്ഷീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വിരിച്ച് ഒന്ന് ഫ്രഷായി വന്നപ്പോഴത്തേക്കും ആകാശം കാണാൻ നല്ല ഭംഗി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് പിന്നെ ഒരു കപ്പ് ഓഫ് ടീ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും കുറച്ച് നേരത്തേക്ക് എണീറ്റല്ലേ, അപ്പോൾ ആ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആക്കണമല്ലോ. അപ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചു. ഇതിലങ്ങനെ കൂടുതൽ കാര്യമൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് അന്ന് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് മാത്രം എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഈ ചിക്കനും മുട്ടയും ഒരുമിച്ച് കാണുമ്പോൾ മാത്രം ഇടയ്ക്ക് മാഗിയും കൂടെ ചേർത്ത് കഴിക്കാൻ തോന്നാറുണ്ട്. അങ്ങനൊരു ദിവസമായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞപ്പം ഒരു ജേർണലിങ് ചെയ്യാനുള്ള മൂഡായിരുന്നു. ഈ ജേർണലിങ് ചെയ്യുമ്പോൾ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള ഫീലായിരിക്കും ഉണ്ടാവുക. ഈ രാവിലെ ഉണ്ടല്ലോ, ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടേബിളിലേക്ക് വരുന്ന ഈ ഒരു സൺലൈറ്റാണ് കേട്ടോ. അത് വന്നാൽ തന്നെ എന്തോ ഒരു പ്രത്യേക ഫീലാണ്. അപ്പം എന്താ പറയുക, ജേർണലിങ് താനേ ഞാൻ അങ്ങോട്ട് ചെയ്യാനിരിക്കും. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ജേർണലിങ് ആയിരുന്നു. സപ്ലൈസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അതത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് പ്രിൻ്റ് എടുക്കാനായിട്ട് പുറത്ത് പോകണമായിരുന്നു കേട്ടോ. അവിടുത്തെ വീഡിയോസൊന്നും ഇല്ലെന്ന് ചോദിക്കേണ്ട, കാരണം ആൾക്കാരെ കണ്ടാൽ ഞാൻ അറിയാണ്ട് ഇൻവേർട്ടറായി പോവാടാ. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. എന്നാലും ഒരു ലൈസ് വാങ്ങിക്കാൻ കയറി ഞാൻ 4 ലൈസുമായിട്ട് വരുന്ന എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്കിത് ഡോക്യുമെൻ്റായിട്ട് വെക്കുകയും ചെയ്യാമല്ലോ. സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഏഞ്ചൽ ജർമ്മനി പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടിനെ കുറിച്ച് എന്താ പറയുക, ഞങ്ങൾ 10th മുതലേ കൂട്ടാണ് കേട്ടോ. സ്കൂളിൽ നിന്നല്ല, ട്യൂഷൻ ക്ലാസ് എന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് +1 +2 ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ആൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോയി, ഞാൻ എൻ്റേതായ വഴിക്കുമായിട്ടോ. എന്നാലും ഞങ്ങൾ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തായിരുന്നേ. പിന്നെ ആൾ ജർമ്മനി പോയി നഴ്സിംഗ് എടുത്തു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വന്ന ആ ഒരു ലീവിന് കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ആളുണ്ടല്ലോ വീട്ടിലേക്ക് സ്റ്റേ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത്. എന്താ പറയുക, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഫീൽ. കാരണം ഞാനിതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചേ അല്ല. അപ്പം ഇങ്ങനൊരു എന്താ പറയുക, സംഭവം നടക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. സത്യം പറഞ്ഞാൽ ആൾ എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓരോന്നും കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ എന്തോ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എനിവേ, താങ്ക് യു സോ മച്ച് മൈ ഗേൾ. ഇനിയും കുറേ സംഭവങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ അങ്ങോട്ട് വരുന്നില്ല. ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഒരു കുഞ്ഞു സാധനം തന്നാൽ തന്നെ, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര എന്താ പറയുക ഹാപ്പി ആവും കേട്ടോ. കാരണം ആ ഒരാൾ എനിക്കെന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതായിരിക്കുമല്ലോ. അപ്പം അതിനൊരു പ്രത്യേക ഫീലല്ലേ. അപ്പോൾ എന്നെപ്പോലെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ആളെനിക്ക് കുറേ സംഭവങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഡ്രോയിങ്ങിനായിട്ടുള്ളതും അതുപോലെ സെൽഫ് കെയറിനായിട്ടുള്ളതും. പിന്നെന്താ, കുട്ടി മിറർ മുതൽ നെയിൽ കട്ടർ വരെ വരുന്ന ഒരു കിറ്റും, അങ്ങനെ കുറേ സംഭവം. അതെല്ലാം കൂടാതെ കുറേ ചോക്ലേറ്റ്സും. എന്താ പറയുക, അതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാനങ്ങ് ഫ്ലാറ്റായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറേ ക്ലിപ്സൊക്കെ ഞാൻ എടുക്കാനും മറന്നുപോയി, ചേർക്കാനും മറന്നുപോയി. എന്തായാലും അടുത്ത നമുക്കൊന്നും കൂടെ ബെറ്ററാക്കി സെറ്റാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.